നിങ്ങളെ വിളിക്കുന്നുണ്ട്. വരൂ. മദർ ഇവരാണ്. ഗുഡ് ഈവനിങ് മദർ. ഇരിക്കൂ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്കൊരു വിവരം അറിയണം. പറയൂ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഇവിടെ ഉണ്ടായിരുന്നാണോ? ഇത് നമ്മുടെ അല്ലല്ല, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല. അല്ല മദറെ, ഇത് നമ്മുടെ ഈശോ, പുറത്തു പോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ദയവായി പോവാം. ഞങ്ങളുടെ വരവും സംസാരവും മദറിനെ അസ്വസ്ഥമാക്കുന്നുണ്ടല്ലേ? ഈ തിരുവസ്ത്രത്തോട് ബഹുമാനം ഉള്ളതുകൊണ്ട് പറയാ, ദയവായി പുറത്തു പോണം. പക്ഷേ തിരിച്ചൊരു ബഹുമാനക്കുറവ് തോന്നുന്നുണ്ട് ഈ പെരുമാറ്റത്തോട്. ജസ്റ്റിന, മദറിന്റെ പെരുമാറ്റത്തിൽ എനിക്കെന്തോ സംശയമുണ്ട്. അത് ശരിയാ. പക്ഷേ രജിസ്റ്ററിൽ കുട്ടിയുടെ പേരില്ലല്ലോ. അതെ, അതാണ് എൻ്റെ സംശയം. നമുക്കിവിടെ മറ്റു ഓർഫനേജിലും കൂടെ ഒന്ന് അന്വേഷിച്ചാലോ? അനീജ് ഈ ഓർഫനേജിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ മറ്റൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? വാ, കയറ്, നോക്കാം. ഇനി എന്താ ചെയ്യാ? നമുക്ക് ഇവിടേക്ക് തന്നെ അന്വേഷിക്കാം. ഈ രാത്രിയിൽ എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യണം. എവിടെ? വല്ല ഹോട്ടലില്. നല്ല പുകിലായി. ഒരു കന്യാസ്ത്രീ വന്ന് ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുക. നിനക്കറിയാത്തോണ്ടാ. ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു വീഴും, പിന്നെ പ്രളയമായിരിക്കും. സോയ അങ്ങനെ പറഞ്ഞാ പിന്നെ ഞാനെന്ത് പറയാനാ? ചുമനൊന്നും പറയണ്ട, നിനക്കത് അറിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ പക്ഷേ അനീജിനെ കണ്ടെത്തുന്നതാണ്. അതിനിവിടെ നിന്നേ പറ്റൂ. ഇയാളെ നമ്മള് ഓർഫനേജിൽ കണ്ട ആളല്ലേ? ആ ചേട്ടാ, ഒന്ന് നിന്നേ. ഈശോ ചേട്ടാ, 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 ചേട്ടാ നിന്നേ. ചേട്ടാ ഒന്ന് നിന്നേ. ചേട്ടാ, ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടുന്നേ? ചേട്ടൻ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടിയേ? ഞാൻ ഓടിയില്ലല്ലോ. ചേട്ടാ എന്തിനിങ്ങനെ ഒട്ടി കളിക്കുന്നത്? മറക്കണ്ട, കാര്യം തുറന്നു പറഞ്ഞേക്ക്. ഈശോ എന്നല്ലേ പേര്? തമ്പുരാന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിക്കില്ലല്ലേ ഈശോയെ? അത് നിങ്ങൾ സംശയിച്ച സത്യമാണ്. അനീജി ഓർഫനേജിലെ കുട്ടി തന്നെയാണ്. പക്ഷെ എന്തോ ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണത്? അതറിയില്ല, പക്ഷേ ചിലതൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും പറയൂ. അതിനു മുമ്പ് നിങ്ങളൊരാളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഫ്രാൻസിസ് മുളക്കൻ എന്ന വൈദികനെ കുറിച്ച്.